ഒരു പഴഞ്ചൊല്ലില്ലേ, എന്തായിരുന്നു, മത്തം കുത്തിയ കുമ്പളം മുളക്കൂല, അങ്ങനെ പഴഞ്ചൊല്ലുണ്ടല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത് അങ്ങനെ ഓരാകൂ അല്ലേ? ആണോ? നിങ്ങൾക്ക് എന്തൊരു സംശയം? ആണോ? ആണല്ലേ. അപ്പൊ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത്, നമ്മുടെ പെർഫോമൻസ് ആണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ പാരന്റിങ് ആണ് നമ്മുടെ മക്കളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം മാറ്റം ആർക്കാ വേണ്ടി? ആർക്കോ വേണ്ടി? പാരന്റ്സിനല്ലേ. നമുക്ക് മാറ്റം വന്നിട്ട് മക്കളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പൊ നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയണ ആൾക്കാ? ഇപ്പൊ എന്നെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാം ആർക്കായിരിക്കും? എൻ്റെ ഉമ്മാക്കാണോ? അതിന്റെ ഭർത്താവിനാണോ? അല്ല, ആർക്കാ? അമ്മക്കില്ലേ. നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയണത് നമുക്ക് തന്നെയാണ് അല്ലേ. ഇപ്പൊ നമ്മൾ പുറത്ത് കാണുന്ന സൈക്കോളജി തിയറി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി വെച്ചിട്ട് ഒരു വലിയൊരു മല ഉണ്ടെങ്കിൽ ആ മലന്റെ ഒരു ടിപ്പ് മാത്രമേ ആർക്കും അറിയുള്ളൂ, പുറത്തുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ബാക്കിയൊക്കെ അണ്ടർ ദ സീ ആണ്, നമ്മുടെ ഉള്ളിലാണ്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ചിലവർക്കൊക്കെ വേറെ എന്തൊക്കെയോ ബിസിനസ്സിൽ വന്നവരുണ്ടാവും, കുട്ടികളെ കൊടുന്നാക്കാൻ വേണ്ടി വന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യന്റെ നിർബന്ധം കൊണ്ട് നിങ്ങൾ എന്തായാലും ഇന്ന് വരണം പറഞ്ഞ് വന്നിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും, ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് എന്താ കാണുന്നത്? എല്ലാവരും ഇന്നെ നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കണ കേൾക്കുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഉള്ളാർക്കേ അറിയുള്ളൂ? നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. എൻ്റെ കഴിവുകേടുകളും ആർക്കേ അറിയുള്ളൂ? അതും എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയണം നമുക്കാണെങ്കിൽ മാറ്റം വരണമെങ്കിൽ ആര് വിചാരിക്കണം? നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ. ഒരാൾക്കൊന്നും നമുക്ക് മാറാൻ പറഞ്ഞുതരാൻ കഴിയില്ല കേട്ടോ. നമ്മൾ എത്ര വലിയ മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ എന്ത് ക്ലാസ്സിന് പോയാലും നമ്മളെ മാറ്റം വരുത്താൻ കഴിയൂല. നമ്മൾ വിചാരിക്കണം. ഞാൻ വിചാരിക്കണം എൻ്റെ ലൈഫിൽ ഇന്ന കാര്യം ഒഴിവാക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യം തുടങ്ങണം എന്ന് വിചാരിക്കണമെങ്കിൽ ഞാൻ ഒരാൾ തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിച്ചാലേ മാറുള്ളൂ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ മാറണം. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയുള്ളൂ. കാരണം നിങ്ങളുടെ ഫോൾട്ട് എവിടെയാണെന്നും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ എവിടെയെന്നുള്ളതും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മാറുക, നിങ്ങളിൽ മാറ്റം കൊണ്ടുവരിക. കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ വളർത്തിയെടുക്കുന്ന മക്കൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു കോപ്പി പേസ്റ്റ് ആയിരിക്കും അല്ലേ. ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ തമ്മിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ. മുന്നേ കുറച്ച് സമയത്ത് പെൺകുട്ടികളാണല്ലോ, നമ്മൾ കൂടി ഇരിക്കുമ്പോൾ നമ്മളെ ഭാവി കല്യാണം എങ്ങനെയാണ് അല്ലെങ്കിൽ പുതിയാപ്പിള്ളാർ എങ്ങനെ വേണമെന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് തമാശക്ക് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ചെക്കനെന്ന് നോക്കൂല അമ്മായിമ്മനെ നോക്കുകയെന്ന്. അപ്പോൾ ചോദിച്ചാൽ എന്താ അമ്മായിമ്മനെ നോക്കണേ? ഈ അമ്മായിമ്മനല്ലല്ലോ കല്യാണം കഴിക്കണത്, ആ ഉമ്മൻ്റെ മോനല്ലേന്ന്. അപ്പോൾ ഓള് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഓളത് തമാശക്ക് പറഞ്ഞതാണെങ്കിലും അതിലൊരു കാര്യം ഉണ്ട് അല്ലേ. ഞാൻ ചെക്കനെ നോക്കൂല അമ്മായിമ്മനെ നോക്കുള്ളൂ എന്ന്. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു, ഈ എന്താ അങ്ങനെ പറഞ്ഞത്, അമ്മായിമ്മനെ നോക്കിയിട്ടാ കല്യാണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ പറയുകയാണെ, ആ ഉമ്മ വളർത്തിയ മകനാണെങ്കിൽ ആ ഉമ്മാൻ്റെ ക്വാളിറ്റിയെ മോനുണ്ടാവുള്ളൂ. എത്രയൊക്കെ പറഞ്ഞാലും ആ ഉമ്മ വളർത്തിയ മകനാണെങ്കിൽ ആ ഉമ്മാൻ്റെ ക്വാളിറ്റി ആ മകനുണ്ടാവും. അമ്മായിമ്മ സൂപ്പറാണെങ്കിൽ വേറെ ഒന്നും നോക്കാണ്ട കെട്ടിക്കോന്ന്. ശരിയാണല്ലേ? ഇല്ലേ? നിങ്ങൾ അമ്മാരെ സ്വഭാവം നിങ്ങൾക്കില്ലേ? ഉപ്പാരെ സ്വഭാവം നിങ്ങൾക്കില്ലേ? ഇല്ലേ? ഉണ്ടല്ലേ? ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ട്. ഇനി നമ്മളറിയാതെ തന്നെ നമ്മളെ ലൈഫിലെ ഓരോ കാര്യങ്ങളും തന്നെ നോക്കിയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വളർത്തുന്ന മക്കൾ എന്ന് പറഞ്ഞത് നമ്മുടെ കോപ്പി പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആണ്, നമ്മുടെ പെർഫോമൻസ് ആണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ എന്തിനാ മാതാപിതാക്കളാക്കിയത്? എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ നമുക്ക്? മാതാപിതാക്കളാക്കിയാൽ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? എന്ത് കടമകളാണ്? എന്താണ് നമ്മൾ ആ ഉത്തരവാദിത്തം? ഇപ്പം എന്തിനാവും നമുക്കൊരു കുഞ്ഞിനെ തന്നത്? ഒരു മക്കളെ നമുക്ക് എന്തിനാവും തന്നിട്ടുണ്ടാവുക? നല്ല അള്ളാഹുവിൻ്റെ അടിമകളായിട്ടുള്ള നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം വിശ്വസിച്ച് ഏൽപ്പിച്ചത് നമ്മുടെ കൈകളിലാണ് അല്ലേ? ആണല്ലേ? അപ്പം നമ്മൾ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ല നമുക്ക്. ഈ ഭൂമി ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും, മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? വിചാരണ ഉണ്ടാവൂലേ? അപ്പം അള്ളാഹു നമ്മോട് ചോദിക്കൂലേ, എനിക്ക് ഒരു കുഞ്ഞിനെ നൽകി, ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ നൽകി, എനിക്ക് എല്ലാ അറിവും നൽകി, ആയുസ് നൽകി, ആരോഗ്യം നൽകി, എനിക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം നീ നിറവേറ്റി ചോദിച്ചാലോ നമുക്ക് മറുപടി പറയാനുണ്ടോ? നമ്മൾ ഓരോരുത്തർ നമ്മളെ മക്കളെ കുറിച്ച് ആലോചിക്കുക. ഈ പിഞ്ചു മക്കളല്ലേ കേട്ടോ, ഇവർ വളർന്ന് വലുതാവും. ഇപ്പം അൽഫിത്രയിൽ എത്തിയിട്ടുള്ളൂ, പക്ഷെ നമുക്ക് വലിയ മക്കളാണെങ്കിൽ അവരെ കുറിച്ച് ആലോചിക്കുക. ഞാനൊക്കെ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ആളാണ്. ആ ക്യാമ്പസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പറയാൻ പറ്റൂല, അത്രയും ഇതിലാണ് നമ്മുടെ സമൂഹം എന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ലിബറലിസം, നാസ്തികത ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസാണ്. നമ്മളെ മക്കൾക്ക് ഇന്നത്തെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ
വെടക്കാവാനുള്ള എല്ലാ വഴിയുണ്ട്. നന്നാവണമെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. അത് ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണം. കാരണം നമ്മളവിടെ ഇറങ്ങി കൊടുത്താൽ മതി. ഏതൊക്കെ വഴി കൂടെ നമുക്ക് വെടക്കാണെന്നുള്ള എല്ലാ കാര്യവും ഉള്ളൊരു സമൂഹത്തിലാണ് നമ്മളെ മക്കൾ എന്ത് ചെയ്യുന്നത്, ഇനി ജീവിക്കുന്നത്. ആ സമൂഹത്തിലേക്ക് നമ്മളെ മക്കളെ ഇറക്കി വിടുമ്പോൾ നമ്മൾ എന്ത് തരത്തിൽ ഇറക്കി വിടുന്നത്? നാളെ പടച്ചോൻ്റെ അടുത്ത് കൊടുക്കാനുള്ള പ്രൊഡക്റ്റാണിത്. പടച്ചോനെ ഈ എനിക്ക് നൽകിയിട്ടുള്ള ഒരു നിയമത്താണ് എൻ്റെ സന്താനം. ആ സന്താനത്തിനെ നല്ലൊരു സന്താനമാക്കി ഞാൻ അത് നിന്നെ കാണിക്കുന്നു എന്ന് പറയാൻ സന്താനമാണെങ്കിൽ എന്ത് ചെയ്യണം? ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ട്രെയിൻ ചെയ്യണം, ഗ്രൂം ചെയ്യണം. നല്ല കാര്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നാളെ പടച്ചോൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ മക്കളാണ് എൻ്റെ അമ്മീൻ്റെ അപ്പിൻ്റെ പഠിപ്പിച്ചില്ല പറയും. കൈ ഒഴിയും പറഞ്ഞാൽ കൈ ഒഴിയും. ഇവിടെ നിങ്ങൾ നോക്കി അങ്ങോട്ട് നിന്ന് എത്തണ്ട. ഇവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർക്കും ഓരോ ലൈഫേ ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയാണല്ലേ, എൻ്റെ ലൈഫ്, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ സന്തോഷം. ഒരു കുടുംബം എന്നുള്ളൊക്കെ ആ ഒരു ഇത് മാറിയിരിക്കണം. ഇപ്പോൾ മക്കൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി ജീവിക്കാൻ. അതിൻ്റെ ആവശ്യമുള്ളത് സമൂഹത്തിൽ എനിക്കെല്ലാം അറിയാം. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മളെ മക്കള്. അപ്പൊ അവർക്ക് ഒരു കുടുംബം അല്ലെങ്കിൽ ഉമ്മ എന്താ ഉപ്പ എന്താന്നൊക്കെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറുപ്പത്തിലെ തുടങ്ങേണ്ടി വരും. നമ്മൾ പറയുന്നുണ്ടല്ലേ, ഒരു തകർന്ന മനുഷ്യനെ നന്നാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നല്ലൊരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞത്. കൈവിട്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കാൾ എത്രയോ നല്ലതാണ് ചെറുതിലെ എന്ത് ചെയ്യുക, നല്ലതാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യുക. പിന്നൊക്കെ ഓരോരോ റബ്ബും തമ്മിലായി. ആ ഒരു തവക്കൽ എപ്പോഴും നമുക്ക് ഉണ്ടാവുക. പക്ഷെ അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മൾ മാറണം. നമ്മൾ ജീവിച്ച് എന്ത് ചെയ്യണം? അവർക്ക് മാതൃക കാണിക്കണം. മാതൃക കാണിക്കണ്ടേ? ഇപ്പൊ നമ്മളെങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത്, അതുപോലെ ആയിരിക്കും നമ്മളെ മക്കൾ നമ്മളോട് പെരുമാറുക. നമ്മളെ വീട്ടിൽ പ്രായമായ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെയാണ് നമ്മളെ ബിഹേവിയർ, അല്ലെങ്കിൽ അവരോട് നമ്മളെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നമ്മളെ മക്കൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. അവരെ കൃത്യമായിട്ട് അവരെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വിചാരിക്കണം അത്ര എന്നല്ല, അത്രയും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഭാവിയിൽ അവർക്ക് തോന്നും, എൻ്റെ അമ്മ ഇപ്പം ഇങ്ങനെയാണല്ലോ എൻ്റെ വല്യമ്മാനോടും വല്യപ്പാനോടും ചെയ്യുന്നത്, അതാണല്ലോ ഞാൻ എൻ്റെ അമ്മാനോടും ഉപ്പാനോടും ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം മക്കൾക്ക് ഉമ്മൻ്റെ ഉപ്പൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ ഉമ്മയോട് ഉപ്പയോട് എന്തൊക്കെ കടമകൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ ഓരോരുത്തരാണ്, അല്ലേ? കുറേ ആൾക്കാർക്ക് ചിരിക്കുന്നുണ്ട്. എന്തിനാ ചിരിക്കണേന്ന് എനിക്കറിയില്ല, ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ജീവിച്ച് അവർക്ക് മാതൃക കാണിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അള്ളാഹു തന്നെ പറയണ്ടല്ലേ, ലിമ തഖൂലൂന മാല തഫ്അലൂൻ, നമ്മൾ പ്രവർത്തിക്കാത്തത് നമ്മൾ പറയണ്ട എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവരെ വളർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക ഒരു സഹാബി എന്ന് ആരോടെ നല്ല രീതിയിൽ വർത്തിക്കണം ചോദിച്ചപ്പോൾ 3 തവണ ഉമ്മയോടും പിന്നെ ഉപ്പയോടും എന്നാ പറഞ്ഞത്. അതും പഠിപ്പിച്ച്, അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കൾ അടുത്തുണ്ടായിട്ട് സ്വർഗത്തിലെത്താത്തവൻ തോറ്റുപോയനാണെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം മക്കൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ദീൻ പഠിക്കണം, ദീൻ പഠിപ്പിക്കണ്ടേ? അപ്പൊ അതിനുള്ള നല്ലൊരു അവസരമാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ അൽഫിത്ര ഒരുക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരിക്കൽ ഉമർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾ വരികയാണ്. അയാൾ വന്നിട്ട് ഉമർ അള്ളാഹുവിനോട് സങ്കടം പറയാണ്, എൻ്റെ മകന് ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല, അവൻ എന്ത് ചെയ്യാണ്, എന്നെ കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയാണ്. അപ്പോൾ ഉമർ അള്ളാഹു ആ മകനെ വിളിക്കണം. ആ മകനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്താ നിന്റെ ഉപ്പയെ അനുസരിക്കാത്തത്, അല്ലെങ്കിൽ നിന്റെ ഉപ്പയോട് നീ നല്ല രീതിയിൽ എന്താ പ്രവർത്തിക്കാത്തത് ചോദിച്ചപ്പോൾ ഉമറിനോട് തിരിച്ച് ആ മകൻ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീനെ, എൻ്റെ ഉപ്പക്ക് അല്ലെങ്കിൽ ഒരു പിതാവിന് മകനോട് എന്തെങ്കിലും കടമകളുണ്ടോയെന്ന്, എന്തെങ്കിലും കടമകളുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ ആ പിതാവ് പറയാണ്, ഉമർ അള്ളാഹു പറയാണ്, തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത്തേത്, അപ്പോൾ എന്തൊക്കെയാ ചോദിക്കുമ്പോൾ പറയണം, 1, നിനക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുത്ത് തരണം. 2ാമത്തേത്, നിന്നെ നല്ല പേരിടണം, നല്ലൊരു പേരിട്ട് വിളിക്കണം. 3, നിന്നെ ദീൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിക്കണം എന്ന്. അപ്പോൾ ആ മകൻ പറയാണ്, ഉമറെ, എൻ്റെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തി എനിക്കിതൊന്നും നൽകിയിട്ടില്ല, എനിക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുത്ത് തന്നിട്ടില്ല, എന്നെ നല്ലൊരു പേര് വിളിച്ചിട്ടില്ല, കരിവണ്ട് എന്ന അർത്ഥം വരുന്ന പേരാണ് എന്നെ വിളിച്ചത്, എനിക്ക് ഖുറാനിൽ നിന്നും ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന്. അപ്പോൾ ഉമർ ഉപ്പയോട് പറയാണ്, നിന്റെ മകൻ നിന്നോട് നന്ദികേട് കാണിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നീ അവനോട് എന്ത് ചെയ്തിട്ടുണ്ട്? നന്ദികേട് കാണിച്ചിട്ടുണ്ട് എന്ന്. ഇതൊന്ന് നമ്മളെ ലൈഫിലൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നല്ലൊരു ഉമ്മമാരാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്നൊരു വ്യക്തി നല്ലൊരു ഉമ്മയാണോ? ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ നമുക്ക്, ഒരു ഉമ്മ എപ്പോഴാവുന്നത്, അല്ലെങ്കിൽ ഒരു പാരന്റ് എപ്പോഴാവുന്നത്? പ്രസവിക്കുമ്പോഴാണോ? എപ്പോഴാ? പ്രഗ്നൻസി ആവുമ്പോഴോ? അല്ലേട്ടോ. നമ്മളൊരു ഉമ്മയുപ്പ ആവുന്നത് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തൊട്ട് നമ്മൾ എന്താവാണ്? ഒരു ഉമ്മയുപ്പ ആവാണ്. പാരന്റിങ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലേ? നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടാ ബന്ധത്തിൽ ഏർപ്പെടുന്നത്? ശൈത്താൻ അകറ്റണേന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ? അവിടുന്ന് തൊട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് എപ്പോഴാണ് അവസാനിക്കുന്നത്?
18 വയസ്സിലാണോ? എപ്പോഴാ? മരണത്തോടില്ലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് കഥ കത്തും. കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ ഭർത്താവിന്റെ വീട്ടിലേക്ക് നിൽക്കുന്നുണ്ടാവുക, അവിടെ നമ്മൾ ആരാണ്? മരുമോളാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി നടത്തി നമ്മൾ വലിയൊരാളാണ്. ഈ ആളുകള് സ്വന്തം വീട്ടിലേക്ക് പോയ ആരാവും? രാവിലെ നീക്കാൻ മടിയാണോ? ഇല്ലേ, രാവിലെ എണീക്കൂല. നമ്മളവിടെ എന്താണ്? കുട്ടികളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തിന്നാ, നമ്മളിങ്ങനെ നടക്കുക, കുളിക്കാൻ മടിയാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളാവൂലേ? അല്ലേ? ഭർത്താവിന്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടന്ന് വലിയൊരു അതിഥിയായി നടക്കുന്ന നമ്മള് സ്വന്തം വീട്ടിൽ പോയ ആരാണ്? നമ്മള് മക്കളാണല്ലേ. നമ്മളെ മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം നമ്മളാരാണ്? മക്കളാണ്. അവിടെ നമ്മളെ പാരന്റിങ് അവസാനിക്കുന്നില്ല. നമ്മളെ മരണത്തോട് കൂടിയിട്ടാണ് എന്ത് അവസാനിക്കുള്ളൂ? പാരന്റിങ് അവസാനിക്കുള്ളൂ. ഓരോ വയസ്സിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടല്ലേ. അപ്പൊ ഈ ഒരു പാരന്റിങ്ങിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ നേരത്തെ തിരിച്ചു വരികയാണ്. ഉമ്മ നല്ലൊരു ഉമ്മയാണോ നിങ്ങള്? ഉമ്മയാണോ? ആണല്ലേ, ഉമ്മയാണോ? ആണ്, അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്, നല്ലൊരു ഉമ്മയായി. കാരണം നമ്മൾ 9 മാസം അവരെ ഗർഭം ചുമന്ന്, അതുപോലെ തന്നെ എല്ലാ വേദനയും സഹിച്ച് നമ്മൾ അവരെ പ്രസവിച്ച്, അവർക്ക് 2 വർഷം പാലൂട്ടി, പിന്നെ അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് നാളെ പടച്ചോന്റെ അടുക്കല്, പടച്ചോനെ ഇതാ ഞാൻ വളർത്തിയ എൻ്റെ പൊന്നു മോന്, ഈ ഒരു കുഞ്ഞ് കാരണം എനിക്ക് സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം കിട്ടണം എന്നുള്ള ഒറ്റ പ്രതീക്ഷയോട് കൂടിയിട്ടും, അതുപോലെ തന്നെ ഇഹത്തിലും അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ വളർത്തിയെടുക്കുന്ന മക്കളാണ് അല്ലേ. അപ്പൊ നമ്മൾ ഉമ്മ എന്ന് പറഞ്ഞത് വലിയൊരു ഇതാണല്ലേ, വലിയൊരു ഉത്തരവാദിത്തമാണ്. അള്ളാഹു നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ടിജോ ഇല്ലിക്കലിന്റെ ഒരു കവിത ഉണ്ട്. ആ കവിതയിൽ എങ്ങനെ പറഞ്ഞു വെച്ചാൽ, പെങ്ങളെ കുറിച്ച് പറയാൻ പൊട്ടിയ സ്ലേറ്റ് കഷ്ണം മതി, പ്രണയിനിയെ കുറിച്ച് പറയാൻ പൊള്ളിയ ജീവിതം മതി, ഭാര്യയെ കുറിച്ച് പറയാൻ ഒരു സിസേറിയൻ നിലവിളി മതി, പക്ഷെ എൻ്റെ അമ്മയെ കുറിച്ച് പറയാൻ ഈ ഒരു കവിത മാത്രം മതി, അത് എത്ര വായിച്ചാലും അർത്ഥം ഇരട്ടിക്കുമല്ലോ എന്ന്. ശരിയല്ലേ? ഉമ്മാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലേ നമുക്ക്, ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം പറഞ്ഞ ചെറുതാണോ? ഖുർആൻ തന്നെ ഏറ്റവും നമ്മളെ കാലിൻ്റെ അടി സ്വർഗം കൊണ്ട് കിടക്കണവരാണ് നമ്മൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. അത്രയും നമുക്കൊരു സ്ഥാനം തന്ന് ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ഉത്തരവാദിത്തം നല്ല കേട്ടോ. ചെറിയ ഉത്തരവാദിത്തമാണോ? ഉമ്മ എന്ന് പറഞ്ഞ വീടിന്റെ അധിപയാണ്. ഉപ്പേ അതിനെ തണലൊരുക്കുന്നവരും. അപ്പൊ ഉമ്മാർക്കുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരുപാടാണ്. അതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവൂലേ. നമ്മൾ ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്ന ഇവരെക്കാൾ ടെൻഷൻ ആയിരിക്കൂലേ നമുക്ക്. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇവിടെ ഇപ്പോൾ ഒരു പാരന്റ്സ് മീറ്റിംഗ് ആ വിളിച്ചിട്ടുള്ളത് അല്ലെ. പാരന്റ്സിനോ ഇവിടെ പാരന്റ്സിൽ ഭൂരിപക്ഷം ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു മാക്സിമം പോയൊരു 7-8 ആൾ മാത്രമേ ആരുള്ളൂ, ഉപ്പമാരുള്ളൂ. ബാക്കിയൊക്കെ ഉമ്മമാരല്ലേ. മക്കൾക്ക് ഒരു പാരന്റ് എന്ന് പറഞ്ഞത് ഉമ്മ മാത്രമാണോ? പൊതുവെ സ്കൂളുകളിലൊക്കെ അങ്ങനെയാണ്. പാരന്റ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉമ്മമാർക്കുള്ളതാണ്. മക്കളെ ഉത്തരവാദിത്തം ഉമ്മമാർക്ക് മാത്രമാണോ? ഉപ്പമാർക്കും ഇല്ലേ? ഒരേപോലെയാണല്ലേ, ഒരേപോലെ ഉത്തരവാദിത്തമാണ്. പക്ഷെ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ എല്ലാവരും വിചാരം എന്താ? മക്കളെ വളർത്താൻ പറഞ്ഞ ഉമ്മമാരുടെ ഉത്തരവാദിത്തം അല്ലട്ടോ. 23 ക്രോമസോമും ഉപ്പാന്റെയും 23 ക്രോമസോമും ഉമ്മാന്റെയും കൂടിയിട്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പൊ ഉത്തരവാദിത്തം എന്താണ്? രണ്ടുപേർക്കും ഒരുപോലെയാണ്. രണ്ടുപേർക്കും എന്താണ്? ഒരുപോലെയാണ്. അപ്പൊ നിങ്ങൾ പെരയെ പോയിട്ട് പറയണം, അടുത്ത പാരന്റ്സ് മീറ്റിങ്ങിന് നിങ്ങളും കൂടി വരണം എന്നുള്ളത്. കാരണം ഒരു മനസ്സിലാക്കണ്ടേ, നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ഒരു മനസ്സിലാക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത പാരന്റ്സ് മീറ്റിങ്ങിന് ഈ ഒരു സൈഡ് ഉപ്പമാരും ഈ ഒരു സൈഡ് ഉമ്മമാരും വരണം. അവിടെ ഒരു ഉപ്പ പറഞ്ഞു വന്നത് നന്നായി എന്നൊക്കെ പറയാൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും എന്ത് ചെയ്യാ, 23 ക്രോമോസോമ അല്ലെങ്കിൽ പഠിച്ചോണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. 20 ഉപ്പാന്റെന്നും ബാക്കി ഉമ്മാന്റെന്നും എടുത്താൽ പോരെയിരുന്നോ? അങ്ങനെ പോരെയിരുന്നോ? എന്താ 23 ആക്കിയത്? രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്തമാണ് മക്കളെ കാര്യത്തില്. പഠിച്ചോന്റെ എടുക്കലും അങ്ങനെയാണ്. ഉമ്മാർക്ക് മാത്രമല്ല ചോദ്യം വരെ, ഉപ്പാർക്കും വരൂലേ? വരും. ഓക്കെ, അപ്പൊ നമ്മളെ പാരന്റിങ്ങിൽ പറഞ്ഞു നല്ല ഉമ്മയാവണം, അതുപോലെ തന്നെ നല്ല ഉപ്പമാരാവണം. രണ്ടാമത് പറഞ്ഞത് നല്ല പേരിടണം. മക്കൾക്ക് നല്ല പേരിട്ടില്ലേ? നല്ല പേരിട്ടില്ലേ? ഏറ്റവും വെറൈറ്റി പേരില്ലേ, എവിടെയും കിട്ടാത്ത ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കുറേ സെർച്ച് ചെയ്തിട്ട് ഇപ്പോഴത്തെ മക്കളെ പേരൊക്കെ, പ്രത്യേകിച്ച് അൽഫിത്രന്റെ രജിസ്റ്റർ എടുത്തു നോക്കിയാൽ മതി, അയ കൊള്ളാത്ത പേരുകളായിരിക്കും. അത്രയും അടിപൊളി പേരുകൾ നമ്മൾ തിരഞ്ഞിടും അല്ലേ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീട്ടില് ഈ മക്കള് അമ്മക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നമ്മൾ ഓരെന്താ വിളിക്കുക? ആദ്യമൊക്കെ മോനേന്നൊക്കെ വിളിക്കും. എന്നിട്ട് ഒരു കേട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അവരെങ്ങനെ വിളിക്കുക? ഇവിടെ പറയാൻ പറ്റൂലല്ലേ. നമ്മളെ വായയിൽ തോന്നിയത് എന്താണോ അതൊക്കെ വിളിക്കൂലേ? വിളിക്കണവരില്ലേ? ഉണ്ടാവൂലേ? ഇപ്പൊ കുറച്ച് കുറഞ്ഞിക്കണല്ലേ, കാരണം തിരിച്ച് ഇങ്ങോട്ട് വരും എന്നറിയാം. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് കുറഞ്ഞിക്കണേ, എന്നാലും വിളിക്കണവരില്ലേ? ഉണ്ടല്ലേ. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളോട് ചേ എന്നൊരു വാക്ക് പോലും പറയരുതെന്ന്, തിരിച്ച് മക്കളോടും. കാരണം ഇത് ഓരെന്ത് ചെയ്യും? പഠിക്കൂലേ? ഖുറാനിൽ പറയണ്ടല്ലേ, ലുക്മാനില് യാ ബുനയ്യ, എന്റെ പൊന്നു മോനെന്നാ വിളിക്കണേ അല്ലേ. നമ്മളെന്താ വിളിക്കുക? ഇവിടെ കുറച്ച് അക്ഷരങ്ങളൊക്കെ കൂട്ടിയാൽ മതിയില്ലേ, ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ.
നമുക്ക് പറ്റാത്ത ചെയ്തിട്ടുണ്ട്, ഒന്നും വേണ്ട, ഒരു iPhone 15 Pro Max നിങ്ങൾ മേടിച്ചു കൊടുന്ന്, പിറ്റേസ് അത് മോനെടുത്ത് എറിയാണ്, നിങ്ങളെ ഇതെന്തായിരിക്കും? തീർന്നില്ലേ? അവിടെ പൊന്നുമോനൊക്കെ തീർന്നില്ലേ? ഇല്ല, നിങ്ങൾക്കൊന്നും പറ്റൂല, തോന്നൂല? ഐഫോണൊക്കെ എങ്ങനെയാണ് തോന്നും? കാരണം എന്താണ്, നമ്മൾ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരാകുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? മക്കളെ നല്ല പേര് വിളിക്കുക. പിന്നെ അടുത്ത് വന്നത് ഖുറാൻ പഠിപ്പിക്കുക എന്നുള്ളത്, മതം പഠിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മള് ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് അല്ലേ? എക്സാമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ടൈറ്റോട് ടൈറ്റാണ്. ഇവിടെയൊക്കെ ഒരു ജോബ് കിട്ടുക, അല്ലെങ്കിൽ പഠിച്ചൊരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് അത്രയും ഓരോ ദിവസം കൂടുമ്പോൾ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡിലേക്കാണ് നമ്മളെ മക്കളെ ഇറങ്ങി വരുന്നത്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് അത്രയുമാണ്. അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, പഠിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മളൊരു കാര്യം മറന്നു പോരുത്, അതിൻ്റെ ഇടയിൽ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണം, ജോലി മേടിച്ചു കൊടുക്കണം, ഒക്കെ വേണം. പക്ഷെ എന്ത് പഠിപ്പിക്കാൻ മറക്കരുത്? മതപരമായ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ മറക്കരുത്. കാരണം അതേ അവിടേക്ക് ഉണ്ടാവുള്ളൂ. ഇതിവിടെ തീരും. കാരണം ഈ ഭൂമി എന്ന് പറഞ്ഞത് എപ്പോ വേണമെങ്കിലും അവസാനിക്കാവുന്നതാണ് അല്ലേ? ഇപ്പൊ ഈ നിമിഷം വിളിച്ചാൽ പോകേണ്ട ആളുകളാണ് നമ്മളൊക്കെ അല്ലേ? ഇപ്പൊ ഈ ഓൺ ദ സ്പോട്ടിന് ഇങ്ങ് പോരെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകേണ്ട ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ ഈ സിമ്പിൾ വേൾഡിന് വേണ്ടിയിട്ട് വലിയൊരു ലൈഫ് നമ്മൾ എന്ത് ചെയ്ത് സ്പോയിൽ ചെയ്യരുത്. സ്പോയിൽ ചെയ്യണോ? ഇതെന്താ അൺലിമിറ്റഡ് ആണോ? ഇത് അൺലിമിറ്റഡ് അല്ല, എപ്പോ വേണമെങ്കിലും എക്സ്പയർഡ് ആവാം. പക്ഷെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ വേൾഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പണിയെടുക്കണം, നമ്മളെ മക്കളെ വളർത്തണം, അവർക്ക് ദീൻ പഠിപ്പിക്കണം, അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം, സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എങ്ങനെയാ അള്ളാഹുവിനെ മക്കൾക്ക് പരിചയപ്പെടുത്താറ്? പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? എങ്ങനെ പരിചയപ്പെടുത്താറ്? അമ്മക്ക് കിട്ടിയ ആരെങ്കിലൊക്കെ ഒന്ന് പറയും. അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നെ എങ്ങനെ പറയാറ്? പൊതുവെ നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തല് ഒരു ക്രൂരനായിട്ടല്ലേ? മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പല ഉമ്മമാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളെ വീടുകളിലും നമ്മളെ കുടുംബത്തിലൊക്കെ ഓരെന്തെങ്കിലും തെറ്റ് ചെയ്യും, മക്കളാണ് എന്തായാലും തെറ്റ് ചെയ്യും, ഉറപ്പാണല്ലേ? ഒരു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പഠിച്ചോൻ കാണുന്നുണ്ടിട്ട് അന്നെ നരകത്തിലിട്ടോ പറയലില്ലേ? എല്ലാവരും പറയലുണ്ട്, നരകം ഉറപ്പാണ്, എനിക്ക് നരകത്തിലിടുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. നരകത്തിൽ എന്തൊക്കെ ഉണ്ട്? തീയുണ്ട്, പാമ്പുണ്ട്, തേളുണ്ട്. നരകത്തെ കുറിച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യും? അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും ഓരോ ഭാഗത്ത് നിന്ന് ഫോൾട്ട് വരുമ്പോൾ നമ്മൾ എന്താ പറയാ? പഠിച്ചോൻ കാണുന്നുണ്ട്, ഇതൊക്കെ അനക്കുള്ള നരകം അവിടെ ഉറപ്പാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്കൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കും. നരകത്തിന്റെ കാവൽക്കാരനാണ് ആര്? അള്ളാഹു എന്നുള്ളൊരു ഇമേജ് ഇവർക്ക് ചെറുപ്പത്തിലേ കിട്ടുകയാണ്. നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ? ഞാനടക്കം ചെയ്യാറുള്ള കാര്യമാണ്. ഒരു വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂനു പഠിച്ചോൻ്റെ എന്ത് ചെയ്യും? അടി കിട്ടും, അല്ലെങ്കിൽ പഠിച്ചോനെ നരകത്തിലിടുന്ന നമ്മൾ പറയാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കി, മോനിത് ചെയ്യലട്ടാ, എനിക്ക് അള്ളാഹുടെ സ്വർഗം കാത്തു വെച്ചിട്ടുണ്ട്, ആ സ്വർഗത്തിൽ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ മോനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ സ്വർഗത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ? ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ വണ്ടിന്റെ ഭ്രാന്തന്മാരാവൂല്ലേ? എൻ്റെ മോനൊക്കെ JCB എന്ന് പറഞ്ഞാൽ കിടന്ന് മരിക്കും, അങ്ങനത്തെ ആളാണ്. അപ്പം പറയും പഠിച്ചവനവിടെ കുറേ JCB ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ എനിക്ക് അവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കുട്ടിയാവണ്ടേന്ന് ചോദിക്കും. നല്ല മോനായാലല്ലേ സ്വർഗത്തിലെത്തുള്ളൂ എന്ന്. പക്ഷെ നമ്മൾ ഇവർക്ക് ചെറുപ്പത്തിലെ എന്ത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്? ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പഠിച്ചോൻ നരകത്തിലിടും, പഠിച്ചോൻ എന്നെ ശിക്ഷിക്കും. ഈ ഒരു കാര്യം നമ്മൾ അവരെ മൈൻഡിലേക്ക് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവരെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ അള്ളാഹു എന്ന് പറഞ്ഞത് ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും. ചെറുപ്പത്തിലെ ഒരു മനസ്സിൽ എന്തായിരിക്കും? അള്ളാഹുവിന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നരകത്തിൽ ഇടാൻ ആളാണെന്നുള്ള ഒരു മൈൻഡിലാകുമ്പോൾ വളർന്നു വരിക. പിന്നെ ഇവർ വലുതാവുമ്പോൾ ഇവർക്ക് അള്ളാഹുവിനോട് ഇഷ്ടം ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ ചെറുപ്പത്തിൽ അടിച്ചൊരു സാറ്, ആ സാറിനെ പിന്നെ നിങ്ങൾക്ക് അവസാനം വരെ ഒരു ദേഷ്യം ഇരിക്കൂലേ? ഇല്ലേ? ദേഷ്യമില്ലേ? ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് സ്കൂളുണ്ട്, നല്ല പരിചയമുണ്ട്. ഓക്കെ, ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഒരു കാലം വരെ നമുക്ക് എന്ത് ചെയ്യും? ആ സാർ എന്നെ അടിച്ച് എനിക്ക് അയാളെ കണ്ണിന്റെ ദൃഷ്ടിയെ കണ്ടുകൂടാ, അങ്ങനത്തെ ഒരു ദേഷ്യം ഉണ്ടാവൂലേ? അതുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മള് കുട്ടികളെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം, നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കണ ആളാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സിൽ അതാണ് കെടുക്കുക. പിന്നെ അവർ വളർന്ന് വലുതായിട്ട് നമ്മൾ കുറേ കാലം ഇങ്ങനെ സങ്കടപ്പെടുകയാണ്, എല്ലാ ദീൻ കൊടുത്തും വളർത്തിയ കുട്ടിയാണ്, പക്ഷെ ഓനൊരു ഹൈസ്കൂൾ പ്രായം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഇപ്പോൾ ദീനൊന്നും വേണ്ട അങ്ങനെയൊക്കെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തുടക്കത്തിലെ നമ്മൾ കൊടുത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യുക? കാരണം നിങ്ങളെ കയ്യിലുള്ളത് തന്നെ ചെറിയ മക്കളാണല്ലേ? ഈ 3 വയസ്സ് തൊട്ടിട്ട് 6 വയസ്സ് പറഞ്ഞാൽ ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ റാപ്പിഡായിട്ട് നടക്കുന്ന ടൈമാണ്. ഈ ടൈമിൽ എന്ത് കൊടുത്താലും അത് അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ LKG-യിലും UKG-യിലും പഠിച്ച ABCD ഒക്കെ നമുക്ക് കാണാൻ പാടല്ലേ?
ഇല്ലേ? ഓർമ്മയില്ലേ? ABCD അപ്പൊ പഠിച്ച പാട്ടുകളൊക്കെ ഇപ്പോഴും ഓർമ്മയില്ലേ? മറ്റേ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അതൊക്കെ ഓർമ്മയില്ലേ? പക്ഷെ ഇന്നലെ മിന്നാനാട്ടങ്ങൾ വായിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതിന്റെ പകുതിയൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലേ? അപ്പൊ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞത് അവരുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജ് ആണ്. ഈ ഏജിൽ എന്ത് കൊടുക്കുന്നോ അത് കുറെ കാലം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും നല്ലൊരു ഒരു ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്, അൽഫിത്രയെ ചേർക്കാൻ കാണിച്ചത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവരെന്ത് ചെയ്യും, ഇവിടുന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു വരും. ഇന്ന പ്രാർത്ഥനകള്, ബാത്റൂമിൽ കയറുമ്പോൾ ഇന്ന കാല് വെച്ച് കയറണം, ഇന്ന കാല് വെച്ച് ഇറങ്ങണം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ കൈ എഴുകണം. ഇനി വീട്ടിലെന്ത് ചെയ്യും, ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും. ഇപ്പച്ചി എന്തേ വലതുകാലം വെച്ച് കയറി ഇടതുകാലം വെച്ച് ഇറങ്ങി എന്നൊക്കെ ആവും ചോദ്യം വരിക. നമ്മള് തിരക്കിനങ്ങോട്ട് ഓടിപ്പോലെ ഇരിക്കൂലേ. ഇനി എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടൈമാണ്. കാരണം ഇതൊക്കെ അവർ പഠിക്കുന്നുണ്ട്, അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ചെറിയ ടാസ്ക് ഒന്നല്ല, വലിയ ടാസ്കുകളാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ഒരു നോട്ട് ചെയ്യും. സ്കൂളിൽ ടീച്ചർ ഇങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്, ഇമ്മച്ചി എന്താ എങ്ങനെ ചെയ്യണേ, ഇപ്പച്ചി എന്താ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് മറുപടി പറയണ്ടേ? അപ്പൊ ഇനി എന്ത് ചെയ്യണം, നിങ്ങളും ഓരോ ചുവട് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് വെക്കണം. ഇല്ലെങ്കിൽ മക്കളെ മുന്നിൽ നാണം കിടേണ്ടി വരും. ഇല്ലേ? വരൂലേ? അപ്പൊ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഖുറാൻ മക്കളെ പഠിപ്പിക്കുക. ഒരു അൽഫിത്രന്റെ ഇതേപോലെ എൻ്റെ ഉമ്മ അൽഫിത്രയിൽ 9 വർഷമായിട്ട് ടീച്ചറാണ്, ഇപ്പോൾ 9ാമത്തെ വർഷത്തെ അധ്യാപികയാണ്. അപ്പോൾ അവരൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു ഉപ്പനും ഉമ്മനും കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചു. ഒരു പാരന്റ്സ് രണ്ടോളം എന്താണ് ഡോക്ടേഴ്സാണ്, ആ കുട്ടിയുടെ ഉമ്മയും ഡോക്ടേഴ്സാണ്. അപ്പം നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചൊക്കെ ഇതാക്കിയപ്പോൾ ആ ഉപ്പ ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയാ, ഞാൻ എല്ലാ വിദ്യാഭ്യാസം നേടി നല്ലൊരു ഡോക്ടറായി, ഒരുപാട് സമ്പാദിക്കുന്ന ഒരു ഡോക്ടറായി. എൻ്റെ മോനെ ഈ ഒരു സ്കൂളിൽ ചേർത്തത് കാരണം, ഈ ഒരു അൽഫിത്ര എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിൽ ചേർത്തത് കാരണം എൻ്റെ 40ാമത്തെ വയസ്സിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഖുറാന് വായിക്കാൻ തുടങ്ങുന്നത് കൂടുതലായിട്ട്. ചെറുതിൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, മോനെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ ഈ 5ാമത്തെ വയസ്സിൽ 2 ജുസ് ഹാഫിളായി. എനിക്കിപ്പോൾ 40 വയസ്സായി. അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഖുറാൻ കുറച്ചെങ്കിലും പഠിച്ചത് എന്ന്. അപ്പോൾ നമുക്ക് 2 മെറിറ്റ് ഉണ്ട്. ഒന്ന്, മക്കളൊപ്പം നമുക്കും പഠിക്കാം. അപ്പം അതിനൊക്കെ എന്ത് ചെയ്യണം, അൽഹംദുലില്ലാ പറയണം. നമുക്കുള്ള ഒരു അവസരം കൂടിയാണത്, നമ്മളെ വലിയൊരു അവസരം കൂടിയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ചിലപ്പോൾ ഇവിടെ മക്കളെ ചേർക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പാരൻസ് ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാവും. വീട്ടിലുള്ള മുതിർന്ന ആളുകളുടെയോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ ഒക്കെ ഫോഴ്സ് കൊണ്ട് കൂടിയിട്ട് ഇവിടെ ചേർത്തവരുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചേർത്തവരുണ്ടാവും. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള നല്ലൊരു അവസരമാണിത്. അല്ലെങ്കിൽ ചെറിയ മക്കളായിട്ട് വീട്ടിൽ പൊറപ്പിക്കാൻ പറ്റാനോട് കൊടുത്ത് ചേർത്തവരുണ്ടാവും. കാരണം മക്കളെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ കുറേ മക്കൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഈ ഇപ്പോഴത്തെ മക്കൾ തന്നെ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകണ മക്കളാണ്. അപ്പോൾ ഓരൊക്കെ വീട്ടിൽ നോക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ കുറന്നാക്കിയവരും ഉണ്ടാവും. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള നല്ലൊരു അവസരമാണ് ഇവിടെ. കാരണം നിങ്ങൾക്ക് അവർ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും പഠിക്കാം. അപ്പോൾ അവരെ പഠിപ്പിക്കുക, അതോടൊപ്പം നിങ്ങളും പഠിക്കുക. നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോവാടോ. ഇവിടെ ഒറ്റക്കല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മളെ പഠിച്ചോൻ്റെ അടുക്കൽ കുടുംബത്തോടെ പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തോ രസമായിരിക്കും അല്ലേ? പഠിച്ചോൻ്റെ അടുക്കൽ കുടുംബത്തോടെ പോകണമെന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു സന്തോഷമായിരിക്കും അല്ലേ? ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ എന്തോ രസം. ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. കുടുംബം എമ്പുള്ളതാണല്ലേ കുടുംബം. ഈ ലോകത്ത് ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ നമ്മളെ പഠിച്ചോൻ്റെ അടുക്കൽ ആ സ്വർഗത്തിൽ നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളും ഉമ്മയും ഉപ്പയും എല്ലാവരും ആ സ്വർഗത്തിലിരിക്കണം എന്ന് ആലോചിച്ച് നോക്കി. എന്ത് രസമായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞോളേ, എന്തൊക്കെ പറഞ്ഞു? നല്ല പേരിടണം, നല്ല മാതാവാവണം, നല്ല പിതാവാവണം, അതുപോലെ തന്നെ മതം പഠിപ്പിക്കണം അല്ലേ? ഇതൊക്കെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞയച്ച് ഇത്രയും ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിച്ച് ഇതൊക്കെ പഠിപ്പിച്ച് ഇനി അവരുടെ ജീവിതത്തിൽ അത് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അവരുടെ ലൈഫ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കല്ലോ, അവിടെ സ്റ്റോപ്പ് ആവണില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? യെസ്, പഠിച്ചത് അവര് ജീവിതത്തിൽ അപ്ലൈ ഉണ്ടോ നോക്കണം. അപ്ലൈ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്ത് പോകണുണ്ടോ നോക്കണം. കാരണം ഇതിപ്പോ ഇവിടെ 4 ക്ലാസ് വരെ ഉണ്ട്, 4ാം ക്ലാസ് വരെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവർ പോണത് ഏത് സ്കൂളിലേക്കായിരിക്കും? ഒരു പൊതുവിദ്യാഭ്യാസ രീതിയിലുള്ള സ്കൂളായിരിക്കും. അവിടെ ചിലപ്പോൾ മതവിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ മദ്രസകളുടെ ബുക്സ് കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ മദ്രസയിൽ ചേർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ എടുത്ത് മദ്രസകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്കൂൾ ടൈം നേരത്തെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അവരത് ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. വീട്ടിൽ എല്ലാ ദിവസവും നമ്മൾ ഖുറാൻ ഓതണം. നമ്മൾ ഖുറാൻ ഓതിയാൽ ഓതുള്ളൂ അല്ലേ? ഖുറാൻ എന്ന് പറഞ്ഞ സാധനം പഠിക്കാൻ നല്ല സിമ്പിളാണ്, പക്ഷെ ഓതാതിരുന്നാൽ മറന്നു പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സാധനമാണ് അറബി ഭാഷ എന്ന് പറയുന്നത് അല്ലേ?
പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ലഹരിയിട്ട് വേഗം പഠിച്ചു കയറും. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാതിരുന്നാൽ വേഗം മറന്നു പോകും. അപ്പൊ ഇനി അവര് തുടർന്ന് പഠനം, അവരെ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ വരുമ്പോൾ അവരെ കൂടെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഖുറാൻ ഓതുക. എല്ലാവരും കൂടി ഇരുന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുറാൻ ഓതുക, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഖുറാൻ ഓതുക. അങ്ങനെയൊക്കെ ഓതിയിട്ടുണ്ടെങ്കിൽ ഓരോ ഓതും. കാരണം നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? അത് ഫോളോ ചെയ്യും. കാരണം നമ്മളെ മക്കൾ എന്ന് പറഞ്ഞത് നമ്മളെ കോപ്പി പേസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ, നമ്മളെന്ന് എന്തെങ്കിലും വീഴാൻ കാത്തിക്കണവരാണ്. ശരിക്കും കുരങ്ങന്മാരുടെ സ്വഭാവം എന്ന് പറയാ. നമ്മൾ എന്താണോ ചെയ്തത് അത് അതേപോലെ കാണാപ്പാടം പഠിച്ച് പറയുന്നവരാണ്. അപ്പൊ നമ്മളും നമ്മുടെ മക്കളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക? അത് എഫക്റ്റീവ് ആക്കുക. അത് മാതാപിതാക്കളും മക്കളും എന്നല്ല, ഏത് റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിക്കോട്ടെ, ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിക്കോട്ടെ, ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അല്ലേ? എപ്പോഴും എന്ത് ചെയ്യുക? അവരോട് സംസാരിക്കുക, അവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുക. കാരണം നമുക്ക് ജോലികളുണ്ട്, വീട്ടിൽ ജോലി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉപ്പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. സ്കൂളിട്ട് വരുമ്പോൾ ഇന്ന് എന്തൊക്കെ ഉണ്ടായി, ഒരു കൊട്ടായിട്ടാവും വരിക. സ്കൂളിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള ത്വരയിലായിരിക്കും ഒരു വരുന്നുണ്ടാവുക. വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അടുക്കളയിൽ ഫുള്ള് പണിയായിരിക്കും ഉമ്മാർക്ക്, അല്ലെങ്കിൽ ഉപ്പാറ് ഓഫീസിൽ നിന്നൊക്കെ വന്ന് സ്ട്രെസ്സായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇവരെ കഥകൾ കേൾക്കും. ഇവർക്ക് ചിലപ്പോൾ പെൻസിൽ ഒടിഞ്ഞതും അല്ലെങ്കിൽ റബ്ബർ തന്നതും അങ്ങനത്തെ ഉമ്മാര് മൊബൈലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, ഇത് നമുക്കുള്ളൊരു ഇതാണ് കേട്ടോ, നിങ്ങൾ വിട്ടുകൊടുക്കരുത്. മക്കൾ വരുമ്പോഴത്തേന് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയണ്ടാവും. പക്ഷെ നമ്മൾ ആഭ്യന്തര ബിസിനസ് ഒക്കെ ആയിരിക്കും അപ്പുറത്ത് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊന്നും കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവൂല. പിന്നെ അവർ നമ്മളോട് എന്ത് ചെയ്യും? പറയാതിരിക്കും. നമുക്ക് ഇവരെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടത് ഒരു വലുതായിട്ടായിരിക്കും നമുക്ക് ഇവരെ കാര്യങ്ങളൊക്കെ അറിയേണ്ടി ഉണ്ടാവുക. ചെറുപ്പത്തിൽ ഇവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്കറിയാം. പക്ഷെ വലിയ കുട്ടികളാകുമ്പോഴാവും അവരെ കാര്യങ്ങൾ നമുക്ക് അറിയണ്ടാവുക. പക്ഷെ ആ സമയത്ത് ഓരോന്നും നമ്മോട് പറഞ്ഞില്ല, നമ്മൾ സങ്കടപ്പെട്ട് കാര്യമില്ല. കാരണം ചെറുതിലെ അവർക്ക് നമ്മൾ സമയം കൊടുത്തില്ല. പിന്നെ അപ്പോൾ വലുതാകുമ്പോൾ ഓരോ നമുക്ക് സമയം തരുന്നില്ല. അതിന് ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക. അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. പിന്നെ നിങ്ങൾ ഓരോ വാക്കുകളും പ്രവൃത്തികളും വളരെ സൂക്ഷിച്ചിട്ടായിരിക്കണം. നമ്മളെ വായന ഒരു വാക്ക് വീഴാൻ കാത്തിരിക്കുക. ഇപ്പം ഞാനും ഹസ്ബൻഡും മോനും കൂടിയിട്ട് ഒരു ദിവസം എറണാകുളത്തേക്ക് ഞങ്ങളിങ്ങനെ പോയിരുന്നു. അപ്പോൾ സിഗ്നലിൽ എന്ത് ചെയ്തു? വണ്ടി നിർത്തി. പിന്നെ പെട്ടെന്ന് സിഗ്നൽ കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുക. അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് വേറൊരു ഓവർടേക്ക് ചെയ്ത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഈ ചെങ്ങായി, ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഈ ചെങ്ങായി എന്ന് മാത്രം പറഞ്ഞു. ഇവന് വേറെ ഏതോ ശ്രദ്ധയിലായിരുന്നു മോന്. അപ്പോൾ നമ്മളങ്ങനെ പോയി. അത് കഴിഞ്ഞ് നമ്മളൊരു ഷോപ്പ് കയറി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് അടക്കാൻ കൗണ്ടറിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കൗണ്ടറിലേക്ക് ഇവനെ ട്രോളിയിൽ ഇരുത്തിങ്ങനെ പോണ സമയത്ത് വേറൊരാളെ ഒന്ന് ഓവർടേക്ക് ചെയ്താ. ഇവൻ എൻ്റെ ഓർക്കണ ഈ ചെങ്ങായിന്ന്. ഞാൻ ആകെ നാണം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങളെ ഭാഗ്യത്തിനാണോ എന്നറിയില്ല, അയാൾ കേൾക്കാത്ത പോലെ പോയി. അയാൾ കേട്ടിട്ടും അയാൾ ഓവർടേക്ക് ചെയ്താണോ എന്നറിയില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മളെ മക്കള്. നമ്മളിന്ന് ഒരു വാക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് അവർ വേറെ സ്ഥലത്തായിരിക്കും ഉപയോഗിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഇതുള്ളവരൊക്കെ ഇങ്ങനെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും, ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർ. ചിലപ്പോൾ ഇതിലും വലുതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളെ വാക്കുകള് പ്രവൃത്തികള് എന്ത് ചെയ്യുക? വളരെ സൂക്ഷിച്ചിട്ടായിരിക്കണം ഈ മക്കളെ മുന്നിൽ. കാരണം ഇവർ ഈ ലോകത്തേക്ക് ശുദ്ധ പ്രകൃതിക്കാരായിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ഇവരിതൊക്കെ പഠിക്കുന്നതും കാര്യങ്ങളും നമ്മളിൽ നിന്നാണ്. സൈക്കോളജി തിയറി പ്രകാരം ലിംഗ്വിസ്റ്റിക് അക്വയർ, അതായത് ലാംഗ്വേജ് അവർ പഠിക്കുന്നത് എവിടുന്നാ? അവരെ ചുറ്റുപാടുന്നാണ്. അവരെ ചുറ്റുപാടെന്ന് പറഞ്ഞത് നമ്മളാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുഞ്ഞ് 4 വയസ്സായിട്ടും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവളിങ്ങനെ വിളിച്ചപ്പോഴും സങ്കടം പറയും, 4 വയസ്സായി സംസാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നിങ്ങൾ ഏതെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും തെറാപ്പിസ്റ്റിനെ കാണിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ കാണിച്ചു. കാരണം രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ കുറേയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന് സംസാരിക്കുന്ന വീഡിയോസ് വോയിസ് ഒക്കെ നിങ്ങളിങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എടി എൻ്റെ മോന് 2.5 വയസ്സാകുമ്പോൾ സംസാരിക്കാൻ തുടങ്ങിയല്ലോ, എൻ്റെ മോന് 4 വയസ്സായി ഇപ്പോഴും ഉപ്പ അമ്മ അങ്ങനെ ചെറിയ ചെറിയ വേർഡ്സ് സെൻറ്റൻസ് ഒന്നും പറയില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അവള് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ദിവസം വിളിച്ചിട്ട് കുറേ സംസാരിക്കുന്നിടയിൽ പറഞ്ഞു, എടി എൻ്റെ ഫോൾട്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ ഫോൾട്ടായിരുന്നു ഞങ്ങളെ മോന് സംസാരിക്കാത്തത്. കാരണം ഇവർ രണ്ടുപേരും രാവിലെ എന്ത് ചെയ്യും? ജോലിക്ക് പോകും. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഒരായനെ ഏൽപ്പിച്ചിട്ടുള്ളത്, മോനെ നോക്കാൻ ഒരായനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ആയ വന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടിക്ക് ഫുഡ് കൊടുക്കലൊക്കെ. അപ്പോൾ ഇവർ തമ്മിൽ എന്തില്ല? സംസാരമില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു സംസാരിക്കാൻ ആരുമില്ല. പിന്നെ വൈകുന്നേരം അവർ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് പോയ ജോലിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവരെന്ത് ചെയ്യും? കുട്ടി ഇങ്ങനെ വരുമ്പോൾ ഫോൺ കൊടുക്കും. അപ്പോൾ പിന്നെ ഇവർ തമ്മിലൊരു കോൺവെർസേഷനില്ല. കുട്ടി എവിടുന്നും സംസാരം കേൾക്കണില്ല. കുട്ടി എന്തൊക്കെയോ ഒരു ഹൂ എൻ്റെ ഈ കാർട്ടൂണിത്തെ സൗണ്ടൊക്കെ കുട്ടി പറയാ. ഓൻ കേൾക്കുന്നത് ആകെ അതാണല്ലോ. പിന്നെ അതെല്ലാം ഓൻ പറയുള്ളൂ. എന്നിട്ട് പിന്നെ അവരെന്ത് ചെയ്യാണ്? ടൈം സ്പെൻഡ് ചെയ്യണം കുട്ടിക്ക് വേണ്ടിയിട്ട്. ഒരാൾ നൈറ്റ് എടുക്കുകയാണ്, ഒരാൾ ഡേ എടുക്കുകയാണ്. എന്നിട്ട് മോനോട് സംസാരിക്കുകയാണ്. തെറാപ്പിസ്റ്റ് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ അവനോട് സംസാരിക്കുക, അവനോട് വർത്താനം പറയാമെന്ന്.
അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്, കുട്ടികളെ ഭാഷ പഠിക്കുന്നതും എല്ലാം ചെയ്യുന്നത് എവിടുന്നാണ്? അവരെ ചുറ്റുപാടുന്നാണ്. എത്ര പെട്ടെന്ന് അവർ പഠിച്ചെടുക്കുന്നറിയോ? ഇപ്പം ഞാൻ മോനായിട്ട് ഇപ്പോൾ 2 ദിവസം മുന്നേ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരു ഇന്നെ കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആക്കിട്ടോ, ഉമ്മച്ചി ഐ ലവ് യു. അപ്പം ഞാൻ ഇവരിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ആക്കണേ, ഇതിപ്പോൾ എവിടുന്നാ പഠിക്കുന്നത്? അപ്പോൾ ഓൻ എനിക്ക് മിന്നു പഠിപ്പിച്ചു തന്നതാ ഇത്. അപ്പം ഞാൻ മിന്നുവിനോട് വെച്ചത് എന്താ സംഭവം, എന്താ കൊറിയൻ ഡ്രാമയിൽ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇത്ര. ഈ 3 വയസ്സായ കുട്ടീൻ്റെ അടുത്ത് വന്ന് പറയത്. അപ്പോൾ അവർ അത്രയും ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ മൈൻഡിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിച്ചിട്ടാവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ച് നമുക്കെന്നെ പണി കിട്ടും. ഇതേപോലെ ഓരെന്ത് ചെയ്യും, തിരിച്ച് നമ്മളോട് ചോദിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷനുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോണത്. പിന്നെ അത് മാത്രമാണോ നമ്മൾ മക്കളെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്ഡേറ്റഡ് ആയിരിക്കണ്ടേ? അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലേ? ഒരു AI കാലഘട്ടത്തിലാണ് നമ്മളെ മക്കൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് മക്കൾ ജീവിച്ചിരിക്കുന്നത്. അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒന്നല്ല കേട്ടോ, അതിനേക്കാൾ അപ്പുറമാണ്. അവരുടെ ഇടയിൽ നമ്മൾ നിൽക്കണമെങ്കിൽ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു നമ്മളെ പറ്റിക്കും, ഉറപ്പാ. ഇപ്പം ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ പങ്കുവെച്ച അനുഭവമാണ്. ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂള്, കണ്ണൂരുള്ള സ്കൂളിൽ ഒരു മോള് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് എത്ര വയസ്സുണ്ടാവും, ഒരു 10-12 ആ ഒരു ഏജിലുള്ള ഒരു പെൺകുട്ടി. മോള് രാവിലെ സ്കൂൾക്ക് പോയതാ. രാവിലെ ഉമ്മ എല്ലാം ഒക്കെ റെഡിയാക്കി കൊടുത്ത് സ്കൂൾക്ക് പറഞ്ഞയച്ച്. വൈകുന്നേരം 4 മണിയായിട്ടും കുട്ടീനെ കാണാനില്ല. 3:30 സ്കൂൾ വിട്ടാൽ 4 മണിക്ക് എത്തുന്നതാ. പിന്നെ 4 മണി ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയത് വെച്ച് 4:30 ആയിട്ടും കുട്ടീനെ കാണാനില്ല. അപ്പോൾ ഉമ്മാക്കൊക്കെ ടെൻഷനായി. ഉമ്മ എന്ത് ചെയ്തു, ഉപ്പാനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഉപ്പ എന്ത് ചെയ്തു, ഇപ്പോൾ പോയിട്ട് അവിടെയൊക്കെ അന്വേഷിച്ചു, മോളെന്താ വരാത്തെന്നുള്ള രീതിയിൽ ഫ്രണ്ട്സുകളോട് കൂടെ വരുന്ന ഫ്രണ്ട്സുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓളെ ഞങ്ങളൊന്ന് കണ്ടിട്ടില്ലാന്ന്. അപ്പം നേരെ സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്ന് കുട്ടി സ്കൂൾക്ക് വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അവരെ സ്കൂളിൽ ഒരു സിസ്റ്റം ഉണ്ട്, കുട്ടികളെ ലീവായിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് എന്ത് വരണം, മെസ്സേജ് വരണം എന്നുള്ള സിസ്റ്റം ഉണ്ട്. പക്ഷെ അപ്പോൾ ഉപ്പ പറഞ്ഞ് നിന്റെ മോളിന്ന് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണ്ടേ, രാവിലെ കുട്ടി സ്കൂളിൽ എത്തിയില്ലെങ്കിൽ മെസ്സേജ് അയക്കണ്ടേന്ന്. അപ്പോൾ ക്ലാസ് ടീച്ചർ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ടീച്ചറിൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, എൻ്റെ മകൾ, അപ്പോൾ ആ കുട്ടീൻ്റെ പേര്, പനി ആയത് കാരണം ഇന്ന് സ്കൂളിലേക്ക് വരുന്നില്ല. ടീച്ചർക്ക് രാവിലെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് ഉള്ളത് കാരണം ടീച്ചർ എന്ത് ചെയ്തില്ല, ഉമ്മ അയച്ച മെസ്സേജ് ആണല്ലോ, ഉമ്മൻ്റെ ഫോണിൽ നിന്ന് രാവിലെ വന്ന മെസ്സേജാണ്, മോൾക്ക് വയ്യാത്തത് കാരണം സ്കൂളിൽ വരുന്നില്ല. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ഈ ഒരു മെസ്സേജ് കണ്ടത് കാരണമാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാറുന്നത്, ഇന്ന് മോള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കണേ, എൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് പോയിട്ടില്ല എന്ന്. ഉമ്മ ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്ത്, ടീച്ചർക്ക് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല, അവള് രാവിലെ ഇവിടുന്ന് പോകുന്നതാണെന്ന്. പിന്നെ ആകെ ടെൻഷനായി. പിന്നെ പോലീസ് കേസ്, മെസ്സേജിൻ്റെ കാര്യം പറയട്ടോ, പോലീസ് കേസായി. അങ്ങനെ പോലീസ് അന്വേഷിക്കണം. പോലീസ് അന്വേഷിച്ചപ്പോൾ അവരെ സ്കൂളിൻ്റെ അവിടുന്ന് ഒരു കുറച്ച് മാറിയിട്ടുള്ള ഒരു തിയേറ്ററിന് ഈ കുട്ടീനെ കിട്ടുകയാണ്. സിനിമ തിയേറ്ററില്ലേ, തിയേറ്ററിൽ നിന്ന് കിട്ടുകയാണ്. അവളെ കൂടെ ഒരു ചെക്കനുണ്ട്, 16 വയസ്സായ ചെക്കനാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കണേ. അപ്പോൾ പോലീസ് പിടിച്ചിട്ട് ചോദിച്ചു മോളെ ഇത് ആരാ എൻ്റെ കൂടെ, അത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ കാക്കിയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനോട്. പിന്നെ വേറെ രസം കേൾക്കണം നിങ്ങൾക്ക്, ആ ചെക്കൻ്റെ വീട് എവിടെയെന്നറിയോ? ഇവിടെ വീട് കണ്ണൂരാണല്ലോ, ഓൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഓൻ്റെ വീട്ടിലുള്ള പൂച്ച, അപ്പോൾ എല്ലാവരും വീട്ടിൽ പൂച്ച ഉണ്ടാവൂലേ, നല്ല പേർഷ്യൻ ക്യാറ്റൊക്കെ നല്ല വിലയുള്ള പൂച്ച. അപ്പോൾ ഓൻ്റെ അമ്മ അറിയാതെ ഓൻ ആ പൂച്ചനെ കൊണ്ടുപോയി വിറ്റിക്കുകയാണ്. ആ പൈസ വിറ്റിട്ട് ഓൻ ട്രെയിൻ കയറിയിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് എവിടേക്ക്, കണ്ണൂർക്ക്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഈ തിരൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഒറ്റക്ക് പോകാൻ? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? അതിന് നമുക്ക് ആരൊക്കെ വേണ്ടി വരും? തലേദിവസം തൊട്ടിട്ട് നമ്മൾ ഒറ്റക്കാ പോകണമെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യും, പുരാപ്പിള്ളേർക്ക് ഒരു സ്വൈര്യം ഉണ്ടാവില്ല, ഇവിടുന്ന് ഏത് ബസ് കയറണം, ഏത് ബസ് ഞാൻ വിളിക്കായിരിക്കും ഓരോ സൈഡിലെ. ഈ കുട്ടി ഒറ്റയ്ക്ക് വന്നിക്കാണ്. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, തൃശ്ശൂർ പഠിക്കുന്ന കുട്ടി, കണ്ണൂർ പഠിക്കുന്ന ഈ പെൺകുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൂടെയുള്ള ബന്ധം കാണാൻ വന്നിക്കാണ്. എന്നിട്ട് അങ്ങനെ പിടിച്ച്. അപ്പോൾ ഈ മെസ്സേജിൻ്റെ കാര്യം കേൾക്കണം നിങ്ങൾക്ക്. മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഓളെന്നെ എടുത്ത് അയച്ചിക്കുക ടീച്ചർക്ക് മെസ്സേജ് ഡെലിവേർഡ് ആയപ്പോൾ ഓള് ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ച്. ഇനി അമ്മ കാണാതിരിക്കാൻ വേണ്ടി ഡിലീറ്റ് ഫോർ മീ അടിച്ച്. അപ്പോൾ ഇവിടുന്ന് ഫോണിൽ നിന്ന് മെസ്സേജ് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇവിടെ അമ്മയും കാണൂല, അവിടെ എന്തെത്തി, അവിടെ മെസ്സേജ് എത്തും കഴിഞ്ഞു. ഇത്രയും ബുദ്ധിയുള്ള മക്കളാണ് നമ്മളെ കൂടെ ഉള്ളത്. കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കണ്ട കേട്ടോ ഐറ്റങ്ങളൊന്നും. കാരണം ഓരോ സുഹൃത്തുക്കളും ഓരോ വളർന്ന ചുറ്റുപാട് അങ്ങനെയാണ്. നിങ്ങളെ ഏറ്റവും കണ്ണ് ഓരോ പിറകിൽ എപ്പോഴും ഉണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കി, 6ാം ക്ലാസ്സിൽ നമ്മളൊക്കെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു നമുക്ക്? 6ാം ക്ലാസ് വേണ്ട, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്തെങ്കിലും അന്തം ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ? ഇപ്പോഴത്തെ മക്കളെ ബുദ്ധിയാണ്. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഇനി അൽഫിത്രന്ന് 4-5 ദിവസം കഴിഞ്ഞിട്ട് പറ്റിങ്ങൾ വീട്ടിലെത്തും. അവർ പറയണ ഓരോ വാക്കുകളും കേട്ട് നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കണ്ണ് എപ്പോഴും ഓരോ പിന്നിലുണ്ടാവണം. നമ്മളെ മക്കളാണ്, നമ്മളെ വളർത്തുന്ന മക്കളാണ്. പക്ഷെ അവർ ഇറങ്ങുന്ന സമൂഹം എന്താണ്? മോശപ്പെട്ട സമൂഹത്തിലേക്കാണ് ഓരോ ഇറങ്ങുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്തുള്ളൂ, ഓരോ പിടിച്ചാൽ കിട്ടുള്ളൂ. ഇപ്പം പിടിക്കണം, ഇപ്പം പിടിച്ചിട്ട് എന്തുള്ളൂ,
കാര്യമുള്ളൂ. കുറച്ച് കഴിഞ്ഞ് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അത്രയും അപ്ഡേറ്റഡ് ആയിരിക്കുക. നമ്മളും എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പൊ നമ്മളെ വീട്ടിലൊരു ഫോൺ കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെടുത്താ കൊണ്ടുകൊടുക്കുക? നേരാക്കാന് ചെറിയ കടയിൽ കൊണ്ടുകൊടുക്കല്ലേ. പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും നമ്മളെ മക്കൾക്ക് നന്നായിട്ട് അറിയൂലേ. ഇപ്പൊ നമ്മളെ പുതിയാപ്പിളുണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യാം, അപ്പൊ ഉമ്മാരെന്ത് ചെയ്യാം, മോനതും നോക്കടാ, അതൊന്ന് ശരിയാക്കിയാടാന്നല്ലേ പറയാ. കാരണം ഓർക്ക് എന്ത് ചെയ്യണ്ടാവും, നമുക്ക് തന്നെ അറിയാം, ഓർക്ക് അറിയാം. നമ്മൾ പറയാം നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ എത്ര ഓണുണ്ടതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെക്കാളും അറിവും അതുപോലെ തന്നെ നോളജും ഐക്യു ഇന്റലിജൻസ് ഒക്കെ ഉള്ള മക്കളാണ്. അപ്പൊ അവരുടെ പിടിച്ചിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മളും എല്ലാ കാര്യങ്ങളും പഠിക്കണം. അവരോട് ചോദിച്ച് പഠിക്കുന്ന വേണം. എന്നാലും അവരെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് മാത്രം മതിയോ? ഇതൊക്കെ നമ്മൾ ചെയ്താൽ മാത്രം മതിയോ? നമ്മളെല്ലാവർക്കും മേടിച്ചു കൊടുക്കണോ? അവരാഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കണോ? വേണോ? വേണ്ടല്ലേ? വേണ്ട. അതന്നെ നല്ലത്. കാരണം എല്ലാ കാര്യത്തിലും മിതത്വം സ്വീകരിക്കുന്ന മതാണല്ലേ ഇസ്ലാം. ആ മിതത്വം തന്നെ മക്കളെ വളർത്തുന്ന കാര്യത്തിലും മതി. എല്ലാം നേടിക്കൊടുത്ത് അവരാഗ്രഹിക്കുന്നതൊക്കെ നേടിക്കൊടുത്ത് അവരെ സ്നേഹിക്കുന്ന ഉമ്മിപ്പി ആവണ്ട. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ വിചാരിച്ച കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ? പക്ഷെ നമ്മളിപ്പോ നമ്മളെ മക്കൾക്ക് നേടിക്കൊടുക്കുന്നില്ലേ? ഇപ്പൊ എൻ്റെ ഉപ്പൊക്കെ ചെറുപ്പത്തിൽ ഇപ്പൊ പറയലുണ്ട്, ഞങ്ങൾക്കൊരു ബാഗ് ഉണ്ടായിരുന്നില്ല, കൊട ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ പറയാറില്ല മക്കളോട്? ഇപ്പൊ നിങ്ങൾക്ക് ഓരോ കൊല്ലത്തിന് ഓരോ ബാഗാ, ഓരോ കൊല്ലത്തിന് 2 വേണ്ടിയവരുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ പറയലില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളർത്തണം. നമുക്ക് ഇന്ന പ്രയാസം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവരെ വളർത്തിയെടുക്കണം. എന്നാൽ മാത്രം അവർക്കും ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇതുവരെ ഇപ്പൊ അവരൊരു ലൈഫ് ഒരു 18ാമത്തെ വയസ്സ് വരെ നിങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ മേടിച്ചു കൊടുത്ത്, നിങ്ങളുടെ ചിലപ്പോൾ പൈസ ഇല്ല എന്നാലും നിങ്ങൾ കടക്ക് മേടിച്ച് അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് അവരാഗ്രഹിക്കുന്നതൊക്കെ നേടിക്കൊടുത്ത് പെട്ടെന്ന് ഒരു 18ാമത്തെ വയസ്സായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുക ഒരു ഭർത്താവിന്റെ വീട്ടിക്ക്. അവിടുന്ന് അവൾക്ക് ഇത് കിട്ടുന്നില്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നടക്കുന്ന കുറെ ഡിവോഴ്സ് കേസിന്റെ ഒക്കെ പിന്നിൽ ഇത് തന്നെയാണ്. അവര് വീട്ടിൽ നിന്ന് ജീവിച്ച ജീവിതമായിരിക്കൂല ഒരു കല്യാണം കഴിച്ചുള്ള വീട്ടില്, അല്ലേ? അങ്ങനെയല്ലേ? വീട്ടിലെന്താണ്, ഒരു കാര്യം അറിയണ്ട, ഒരു പണിയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അവര് വരിക, അവരെ ഫോൺ എടുക്കുക, പഠിക്കുക, അത് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് പറ്റുന്നില്ല. അപ്പൊ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തായാലും പറ്റൂല, ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ജീവിച്ച ജീവിതത്തിൽ കുറച്ചൊക്കെ ഒരു മാറ്റം വരാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിറ്റുവേഷനോട് പൊരുത്തപ്പെടാൻ പറ്റും. നേരെ മറിച്ച് നല്ല ആഡംബരത്തിൽ നല്ല സുഖത്തിൽ ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം മാറി ജീവിക്കാൻ ആർക്കും പറ്റൂല. ഇപ്പോൾ മിക്ക ഡിവോഴ്സ് കേസിന്റെ പിന്നിലെ പ്രശ്നം അതാണ്. ഞാനൊരു പ്രീമെന്റൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ആണ്, എനിക്ക് ധൈര്യത്തോടെ പറയാം ഇതന്നെയാണ് റീസൺ എന്നുള്ളത്. അവര് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ജീവിതമല്ല. അപ്പൊ എനിക്ക് ജീവിക്കണ്ട, ഇവരെ കൂടെ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. അതെന്ത് ചെയ്യണം, നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. അവരെ നമ്മൾ ജീവിതത്തിനോട് അഡ്ജസ്റ്റ് ചെയ്യണം. കുറേയൊക്കെ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ പറഞ്ഞ എല്ലാം ഒപ്പം തന്നെ മേടിച്ചു കൊടുക്കരുത് നിങ്ങൾ. അപ്പൊ എല്ലാം കിട്ടിയാകുമ്പോൾ അവർക്ക് പിന്നീട് ഒരിക്കൽ കിട്ടാതാകുമ്പോൾ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഉപ്പ അങ്ങനെ സിനിമയും കാര്യങ്ങളൊന്നും കാണില്ല. അപ്പം ഞാനിങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ ഉപ്പ നിങ്ങൾ വേഗം ചാനൽ മാറ്റിട്ടോ. ചിലപ്പോൾ നല്ല ചീത്തൊക്കെ പറയും സിനിമ കണ്ടിരുന്നുണ്ടെങ്കിൽ. അപ്പം ഇങ്ങനെ ഇരുന്ന് സിനിമ കാണിരുന്നു, മറ്റേ പത്തേമാരി പറഞ്ഞിട്ട് മമ്മൂട്ടിൻ്റെ ഒരു സിനിമ കണ്ടിരുന്ന് കാണിയിരുന്നു. അപ്പോൾ ഉപ്പ വന്നപ്പോൾ മാറ്റണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ അത് ഇങ്ങനെ നോക്കിയത് ആ ഒരു പ്രവാസ ജീവിതത്തിന് ഇങ്ങനെ സിനിമ ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പം മാറ്റാനൊന്നും പറയുന്നില്ല, ഇപ്പം പറയുന്നില്ലല്ലോ. അപ്പം നീ പറയുമ്പോൾ മാറ്റാന്നുള്ള രീതിയിൽ ഇങ്ങനെ പിന്നെ പണ്ട് കണ്ണിങ്ങനെ നിറയണുണ്ട്. അപ്പം ഞാൻ ഇതിപ്പോൾ എന്തിനാ ഇപ്പം കണ്ണൊക്കെ നിറയണേ, എന്താ ഇത്ര മാറ്റം എന്നുള്ള രീതിയിൽ പിന്നെ ഇപ്പം പോയി നീ പോയി. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ നേരത്തെ കറങ്ങിയെന്ന് ഇപ്പാന്ന് ചോദിച്ചു. പറഞ്ഞു ഈ ജീവിതമൊക്കെ ഞങ്ങളവിടെ ജീവിച്ചതാണ്. ഇവിടെ ഉള്ളവർക്ക് എന്താണ് പ്രവാസികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അമ്മക്കൊക്കെ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഗൾഫിൽ എന്തോ കുറേ മിഠായിൻ്റെ കടയൊക്കെയാണ്. കാരണം ഇപ്പോൾ വരുമ്പോൾ എന്താ കൊണ്ടുവരിക, കുറേ മിഠായി, ഡ്രസ്സ്, കളിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ആണല്ലേ കൊണ്ടുവരാം. അപ്പം ഞാനൊക്കെ വിചാരിച്ചത് അങ്ങനെയാണെന്ന്. പക്ഷെ ഉപ്പൊക്കെ അവിടെ അനുഭവിച്ച ഒരു അറബി വീട്ടിലായിരുന്നു. അപ്പൊ അനുഭവിച്ച കഥകളൊക്കെ പറയുമ്പോൾ അന്നൊന്നും മനസ്സിലായിരുന്നില്ല, അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നീട് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയപ്പോഴാണ് അവർ സഹിച്ച ത്യാഗങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പൊക്കെ പറയും ചെറുപ്പത്തില് ഈ കപ്പ എന്നല്ല പറയാം, കിഴങ്ങ്, അതിന്റെ തോലൊക്കെ പുഴുങ്ങി തിന്നിട്ടുണ്ടെന്ന്. ഫുഡില്ലാണ്ട് കപ്പന്റെ തോലൊക്കെ പുഴുങ്ങി തിന്നിട്ട് ഇതാക്കിണ്ടായി. എന്തിനാന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാനൊക്കെ അന്ന് ഇപ്പോഴത്തെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആയി വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മ മുട്ട പൊരിച്ചു. അപ്പൊ എന്റെ മുട്ട റൗണ്ട് ആയില്ല. അപ്പൊ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര വാശി കാരണം. അപ്പൊ ഉപ്പ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാനില്ലേ, എൻ്റെ ഒക്കെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കപ്പന്റെ തോലും അല്ലെങ്കിൽ എവിടെന്നെല്ലാം കിട്ടിയ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചിരുന്നത്, ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടാണെന്ന്. ശരിയല്ലേ? നമ്മളെ മക്കളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ.
ഒരിക്കൽ ഇന്ന ഫുഡ് വേണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ റെഡിയാണ് അല്ലേ? രാവിലെ ഒരു നീച്ച് വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ദോശയും കറി ഉണ്ടാക്കി, അല്ലെങ്കിൽ പത്തിരിയും കറി ഉണ്ടാക്കിയോ. ഒരു നീച്ചെന്ന് പറയും എനിക്കിത് ഇഷ്ടമില്ല, എനിക്ക് നൂഡിൽസ് മതി, നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂലേ? അത് എന്തെങ്കിലും ഒന്ന് വയറ്റിക്ക് എത്തിയാൽ മതി എന്നുള്ള ചിന്തയാണില്ല നമുക്ക്, നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂലേ? അങ്ങനെ ഓരോ മാറ്റിയെടുക്കണത് ആരാ? നമ്മളാണല്ലേ, നമ്മളല്ലേ? ഓരോ ഫുഡ് സ്റ്റൈൽ മാറ്റിയത് ആരാണ്? നമ്മളാണ്. ഓരോ ഹാബിറ്റ് മാറ്റിയത് ആരാണ്? നമ്മളാണ്. പിന്നെ കുറച്ച് വലുതായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു കേൾക്കണില്ല എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സ്നേഹം പ്രകടിപ്പിക്കണം കേട്ടോ. എനിക്ക് ഉമ്മമാരോട് അതിൻ്റെ കാര്യമില്ല, ഇപ്പമാരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ മക്കളെ ഹീറോസൊക്കെ ആയിരിക്കും, പക്ഷെ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ ഓരോ നമ്മൾ തമ്മിലൊരു ഗ്യാപ്പ് വരുന്നില്ലേ? ഇവരെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആരോടെ പറയാം? ഇതെല്ലാം ഉമ്മമാരാവൂലേ? ഉമ്മാരെ കൊണ്ടാ പറയിപ്പിക്കുക. മങ്ങളൊന്ന് പറയും ഇപ്പാനോട് ഒന്ന് ചെയ്തു തരാന്, ഉപ്പാനോട് സംസാരിക്കുക. പെൺകുട്ടികളെക്കാളും മടിയാണ് ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾ പിന്നെയും ഉപ്പാറായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ആൺകുട്ടികളൊന്ന് വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ ഉപ്പാറായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറയാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ കുറച്ച് വലുതാകുമ്പോൾ നമ്മളെ ആ മേലീഗ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോടുള്ള നമ്മൾ വിചാരിക്കേണ്ടാവും ഞാൻ ഓനെ അധികം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഓ പിടുത്തം വിടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അവരെ മനസ്സിൽ, കാരണം മനുഷ്യന്മാരെ നിങ്ങളെ മനസ്സിൽ എന്താണുള്ളത് എനിക്ക് ഗ്രഹിക്കാൻ കഴിയില്ല, എൻ്റെ മനസ്സിൽ എന്താണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവൂല. അപ്പോൾ അതെന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. നിങ്ങളെ സ്നേഹം പ്രകടിപ്പിച്ചാലേ ഒരിക്കലും മനസ്സിലാവുള്ളൂ. പൊതുവേ എല്ലാ വീട്ടിലും കാണുന്നതാണ് ഉപ്പയും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം. ആൺകുട്ടികൾ പ്രത്യേകിച്ച്, പെൺകുട്ടികൾ പിന്നെയും ഉപ്പാരോടൊന്നുകൂടെ അറ്റാച്ച്ഡ് ആയിരിക്കും. ആൺകുട്ടികളും ഉപ്പാരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പം എന്ത് ചെയ്യുക? പ്രകടിപ്പിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടെന്ന് പറയുന്നത്, നമ്മളെ മക്കൾ ഇപ്പോൾ അൽഫിത്രെ പഠിക്കുകയാണല്ലേ, എല്ലാ മക്കളും ഒരുപോലെയാണോ? അല്ലല്ലേ? എല്ലാ മക്കളും വ്യത്യസ്തരാണ്. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യന്മാരും വ്യത്യസ്തരാണ്. നമ്മൾ ഈ ഒരു ഫിംഗർ പ്രിന്റ് അടക്കം എന്താണ്? വ്യത്യസ്തമാണല്ലേ? അപ്പോൾ ഇവരെ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ നല്ല പഠിക്കുന്ന മക്കളുണ്ടായിരിക്കും, ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, വീക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മക്കൾ 2 ജുസൊക്കെ ഹാഫിലാക്കുന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാ മക്കൾക്കും അങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല കേട്ടോ. കാരണം ഓരോരുത്തർ ഐക്യ ഒക്കെ വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഒരു സൂറത്ത് പോലും പഠിക്കാൻ കഴിയാത്ത മക്കളുണ്ടാവും, പക്ഷെ 3-4 ജുസും പഠിക്കുന്ന മക്കളുണ്ടാവും. അപ്പോൾ എൻ്റെ ഉമ്മ കൽക്കത്ത ടീച്ചറായിട്ട് എനിക്കറിയാം, എന്നും വൈകുന്നേരം കോളോ മിസ്സേ മോനിത് പഠിച്ചിട്ടില്ലല്ലോ, ബാക്കിയുള്ള കുട്ടികളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നും കോളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. കാരണം നമ്മളെ മക്കൾക്ക് ചിലപ്പോൾ ആ ഒരു വിഷയത്തിലാവൂല, വേറെ വല്ല കാര്യത്തിലായിരിക്കും ഓരോ സ്കില്ലും ടാലന്റും ഒക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി ഓരോ ടാലന്റ് എന്താണോ, ഓരോ സ്കില്ല് എന്താണോ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ടീച്ചർമാരെ വിളിച്ച് വേവലാതിപ്പെടണ്ട. ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ കഴിഞ്ഞോളന്നില്ല, ചിലപ്പോൾ കളറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സിലായിരിക്കാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. ഒരു കുട്ടി ഇതേപോലെ സ്കൂൾ വിട്ടിട്ട് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ അവൻ്റെ അമ്മൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. ആ ലെറ്റർ വായിച്ചപ്പോൾ അമ്മക്ക് എന്ത് ചെയ്യാണ്? പെട്ടെന്ന് സങ്കടം വരികയാണ്. അതൊന്നും കാണിക്കാതെ മോനോട് പറഞ്ഞു, മോനെ നീ സ്കൂളിലോട്ട് പോവണ്ട, ടീച്ചർ പറഞ്ഞു അന്നെ പഠിപ്പിക്കാനുള്ള കഴിവൊന്നും അവിടുത്തെ ടീച്ചേഴ്സിനില്ല, ഈ അത്രയും ജീനിയസ് ആണ്, അതുകൊണ്ട് ഇനി സ്കൂളിലോട്ട് പോകണ്ട, ഞാൻ എന്നെ പഠിപ്പിക്കാന്ന് പറയാണ്. അങ്ങനെ അമ്മ മകനെ പഠിപ്പിക്കുകയാണ്. പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറുകയാണ്. ആരായിരുന്നു? തോമസ് ആൽവ എഡിസൺ. ഫ്ലൂറസെന്റ് ബൾബൊക്കെ കണ്ടെത്തിയിട്ടില്ല. പിന്നീട് അമ്മയുടെ മരണശേഷം അദ്ദേഹം എന്തോ ബുക്കും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നതിൽ ലെറ്റർ കിട്ടുകയാണ്. അപ്പം ലെറ്ററിൽ എഴുതിക്കുകയാണ്, നിങ്ങളുടെ മോനൊരു മന്ദബുദ്ധിയാണ്, അതുകൊണ്ട് ഇനി സ്കൂളിലേക്ക് പറഞ്ഞയക്കണ്ടെന്നായിരുന്നു ലെറ്ററിൽ. പക്ഷെ ആ ഉമ്മ എന്ത് ചെയ്യാണ്? അത് മാറ്റി നിർത്തിയിട്ട് മകനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ലോകം കണ്ട വലിയൊരു ശാസ്ത്രജ്ഞനാവാണ്. തോമസ് ആൽവ എഡിസൺ എഴുതിയൊരു വാചകമുണ്ട്, തോമസ് ആൽവ എഡിസൺ എന്ന ഞാൻ മന്ദബുദ്ധിയായിരുന്ന ഒരു കുട്ടിയായിരുന്നു, എന്നാൽ ധീരയായ ഒരു മാതാവ് അവനെ ലോകം കണ്ട ശാസ്ത്രജ്ഞനാക്കിയിരുന്നു. അപ്പം നമ്മളെ മക്കൾ പഠിച്ചില്ല വെച്ചിട്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ സങ്കടപ്പെടേണ്ട. ചിലപ്പോൾ ഒരു അതിനുള്ള കഴിവ് പഠിച്ചോ കൊടുത്തിട്ടുണ്ടാവില്ല, അത് മാത്രം ആലോചിച്ചാൽ മതി. വേറെ വല്ല കാര്യങ്ങൾ കൊണ്ട് ഇപ്പം ഈ ലോകത്ത് പഠിക്കാത്ത എത്രയോ ആളുകൾ ഉയരങ്ങളിലെത്തിയ കഥകൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വായിക്കുന്നില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ സങ്കടപ്പെടേണ്ട. നമ്മളെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കുള്ളൊരു പരീക്ഷണമാണ് അല്ലേ? സമ്പത്തും സന്താനമൊക്കെ നമുക്കുള്ള ഒരു പരീക്ഷണമാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നേരിടൂലേ? മക്കളെ പരീക്ഷ നേരിടൂലേ? ചിലപ്പോൾ നല്ലതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അത് മോശപ്പെട്ട രീതിയിലായിരിക്കും. എന്തൊക്കെ വന്നാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് ഒറ്റ വിചാരം നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. കാരണം അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ് അല്ലേ? ഈ ലോകത്ത് അള്ളാഹു എന്തായാലും നമ്മളെ പരീക്ഷിക്കും. ഈ പരീക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കാത്തിരിക്കുന്ന വലിയൊരു ലോകമുണ്ട്. അപ്പം അതുകൊണ്ട് മക്കൾ നല്ലൊരു സമ്പത്താണ്. നമ്മുടെ സന്താനങ്ങൾ എന്ന് പറഞ്ഞത് നമ്മളെ പ്രതീക്ഷകളാണെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുക. ചിലപ്പോൾ മക്കളെ കൊണ്ട് തന്നെ നമ്മളെ പരീക്ഷിക്കും. അപ്പം എന്ത് ചെയ്യുക? പരീക്ഷണം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക. അള്ളാഹുലേക്ക് എന്ത് ചെയ്യുക? കൂടുതൽ അടുക്കുക. പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. മരണം എന്നുള്ള സംഭവം എപ്പോൾ വേണമെങ്കിലും, ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന എനിക്കൊരു ഉറപ്പില്ല. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ ഒരു ഓൺ ദ സ്പോട്ടിൽ പടച്ചോൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള മയത്തും കട്ടിൽ റെഡിയല്ലേ?
റെഡിയാണ്. കഫം പുടവ റെഡിയല്ലേ? റെഡിയാണ്. എനിക്കുള്ള ഖബർ റെഡിയല്ലേ? ഒക്കെ റെഡിയാണ്. ഈ 23 വയസ്സിനടക്ക് ആ ഖബറിൽ കിടക്കാൻ ഞാൻ റെഡിയാണെന്ന് മാത്രം ഞാൻ ആലോചിച്ചാൽ മതി. നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ? റെഡി ആയിട്ടുണ്ടോ? ഇല്ലാന്നോ? ഇല്ല, ഞങ്ങൾ എന്ത് റെഡി ആണല്ലേ? റെഡി ആയിരിക്കണം. കാരണം മനുഷ്യന്മാരുണ്ടാക്കണ എല്ലാ കാര്യത്തിനും എന്തുണ്ട്? ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യനുണ്ടോ? മനുഷ്യനൊരു ഗ്യാരണ്ടിയും വാറണ്ടി ഇല്ല കേട്ടോ. ഇപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൺ ദ സ്പോട്ടിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുക? മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. ഈ സ്വാലിഹായ സന്താനങ്ങൾ കാരണം നാളെ സ്വർഗത്തിൽ എത്തിപ്പെടാനും നമ്മളെ മരണശേഷം നിലനിൽക്കുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ മക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കടമ്പയായിരിക്കട്ടെ ഈ ഒരു അൽഫിത്രയിൽ നിങ്ങളെ ചേർക്കലും അതിലൂടെയുള്ള ഇതുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പടച്ചോൻ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസം നമുക്ക് ഉണ്ടായാൽ മതി. പടച്ചോനെ എല്ലാത്തിനും കഴിയൂ, വേറെ ആർക്കും ഒന്നും കഴിയൂല. ആ പടച്ചോന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം മുറുകെ പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വിജയം എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. പടച്ചോന്റെ കൂടെ പിടിക്കുന്നവരെ പടച്ചോൻ എന്തായാലും എന്ത് ചെയ്യില്ല, എവിടെയും താഴ്ത്തി കളയൂല. അപ്പോൾ പടച്ചോനെ മുറുകെ പിടിച്ച് എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രയാസം വന്നാലും എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബിൽ ഞാൻ വരമേൽപ്പിക്കുകയാണെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുക. ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുക. നമ്മളെ മക്കൾ കാരണം നാളെ ഇതേപോലെ സ്വർഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇങ്ങനെ സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയണം. അവരുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിൽ വലിയൊരു സ്ഥാനത്ത് ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇനി നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ഈ ഒരു പ്രായത്തിൽ അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കിട്ടും. പിന്നെ ഒരു കാരണം നമ്മൾ സ്വർഗത്തിൽ എത്തണമെന്ന് ആലോചിച്ച് നോക്കിങ്ങളെ എന്തൊരു സന്തോഷമായിരിക്കൂലേ. ഇപ്പം നമ്മളെ പാരൻസിനെ നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ എത്രയോ പ്രൗഡ് ഉണ്ടാവും അല്ലേ? നമ്മൾ എവിടെയെങ്കിലും എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അവർക്ക് എത്രയോ പ്രൗഡ് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ മക്കളും പ്രൗഡാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. മരണം അത് നിങ്ങളെ കൂടെ ഉണ്ട്, അതെപ്പോഴും നിങ്ങൾ ആലോചിക്കുക. ഇപ്പം ഇന്ന് നിങ്ങളെ മിസ് ഇവിടുത്തെ പ്രിൻസിപ്പൾ എന്ത് ചെയ്തു? ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സെയ്ദ് ഫാറൂഖി ഇതിൻ്റെ ഫൗണ്ടർ ആയിരുന്നു. അദ്ദേഹം ഈ അൽഫിത്ര സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈജിപ്തിൽ പോയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചിട്ട് ഇവിടെ നാട്ടിൽ വന്ന് ഒരു കരിക്കുലം ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ മക്കൾ ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി അൽഫിത്ര സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ മക്കളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ മക്കൾ ഓതുന്ന ഓരോ ഹർഫിനുള്ള പുണ്യം സെയ്ദ് ഫാറൂഖിക്ക് കിട്ടുകയാണ്. അപ്പൊ അതേപോലെ നിങ്ങൾ മക്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ പിൻതലമുറ അവരെ ഇനി വരാൻ പോകുന്ന തലമുറക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി കിട്ടൂലേ? അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കാനും അദ്ദേഹത്തിന്റെ ബർസഹി ജീവിതം വിശാലമാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവും അല്ലേ? മനുഷ്യന്മാരാണ്, സ്വാഭാവികമാണ്. ആ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മരണം നമ്മോട് കൂടെ ഉണ്ട്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ വിജയിച്ചവെന്ന് പറയുന്നത്, ഏറ്റവും വലിയ വിജയി എന്ന് പറഞ്ഞത് എപ്പോഴും മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവനാണ്. കാരണം മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് തെറ്റിക്കൊന്നും പോകാൻ കഴിയില്ല. ഇന്ന സ്പോട്ടിൽ നമ്മൾ മരിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തെറ്റിലേക്ക് പോകാൻ കഴിയുമോ? ഇപ്പം നിങ്ങളോട് ഞാൻ പറയാണ്, ഇന്ന് രാത്രി നിങ്ങൾ മരിക്കും കേട്ടോ എന്ന് പറയാം നിങ്ങളോട്. ലാസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തെറ്റിക്ക് പോകാൻ കഴിയുമോ? ഇല്ലല്ലേ? ഇപ്പോൾ അവിടെ ഫോണുണ്ട്, ബാക്കി എന്ത് നമ്മളെ ബിസിനസ് വലിയ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിക്കൊന്നും പോവില്ല. എന്താ ചെയ്യുക? നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമല്ലേ? അപ്പം എന്നും രാവിലെ എണീക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ആലോചിക്കുക. നമ്മളെ മക്കളെ കുറിച്ച് ആലോചിക്കുക. നല്ല രീതിയിൽ ജീവിക്കുക. ഇവിടെയുള്ള ഒരു ജീവിതം എന്ത് ചെയ്യുക? മാക്സിമം ഉപയോഗിക്കുക. നാളെ അവിടെ വലിയൊരു നീതി കാത്തിരിക്കുന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ജീവിച്ച് മരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മക്കൾ കാരണം നമുക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ശിഫ നൽകട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അവിടുത്തെ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്നത് പോലെ തന്നെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കാൻ സാധിക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ആരുടെ പ്രാർത്ഥനയും പഠിച്ചും സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥനകളിൽ പരസ്പരം എല്ലാവരും ഉൾപ്പെടുത്തുക. ഈ ഒരു സംരംഭം നിങ്ങളെ മക്കൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംരംഭം കാരണം അവരുടെ ലൈഫിൽ എന്നും ഇതൊരു നല്ലൊരു ട്രഷറായിട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.